ഒത്തിരിയേറെ വേദനയോടെ എൻ്റെ ജപമാലയിൽ എപ്പോൾ 3:30 രാത്രി എണീറ്റ് പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ എത്താൻ പറ്റുമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് ബോധ്യമായി, കർത്താവ് ജ്ഞാനസ്നാനത്തിലൂടെ സർവ്വ മക്കളെയും വീണ്ടെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിനി അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അതിനെയോർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ അതിനെ ഓർത്ത് ആകുലപ്പെട്ട് നമുക്ക് കിട്ടിയ കൃപകൾ നഷ്ടപ്പെട്ട് നമ്മുടെ ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ കളയാണ്. അതുപോലെ ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവെ എനിക്ക് സ്വരം കേൾക്കണം. അപ്പോൾ ഈശോയെ എൻ്റെ അടുത്ത് പറയായിരുന്നു, എൻ്റെ മോളെ ഞാൻ നിൻ്റെ കൂടെയല്ലേ, എൻ്റെ എല്ലാം നിനക്കുള്ളതല്ലേ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴേ എൻ്റെ സുഹൃത്തുക്കളെടുത്തും എൻ്റെ ജീവിത പങ്കാളി മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു, എനിക്ക് ജ്ഞാനം കിട്ടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി മോളെ, എനിക്ക് വേറെ ഒന്നും വേണ്ട. ജ്ഞാനത്തിന് വേണ്ടി ഞാൻ കുറേ നാളായി ഓരോ ജപമാലയിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് വരങ്ങൾ കൊണ്ട് നിറയ്ക്കണേ. പക്ഷേ അതിൻ്റെ ബോധ്യം എനിക്ക് ഇന്നിവിടെ വന്നപ്പോഴാണ്. കർത്താവ് ദാഹിക്കുന്നവനെ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞിട്ട്, നിൻ്റെ അടുക്കൽ വരാൻ വേണ്ടി, നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കർത്താവെ നിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടം എനിക്ക് തരണം. എനിക്ക് അവർക്ക് കഴിവോ ബുദ്ധിയോ പഠിപ്പോ ഒന്നുമില്ല, എങ്കിലും കർത്താവേ നിൻ്റെ ജ്ഞാനം കൊണ്ട് ഇനിയും നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകം ആത്മാക്കൾ നേടിയെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഞാൻ കർത്താവിനോട് യാചിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് തീർച്ചയായിട്ടും അതുപോലെ ഞാൻ കഴിഞ്ഞ 95 എപ്പോഴാണ് ഞാൻ ഡിവൈനിൽ വെച്ച് തോമസ് പോളിൻ്റെ ഒരു വിശദീകരണ ധ്യാനം കൂടിയത്. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ ഈ 3:30 മണിക്ക് രാത്രി എണീറ്റിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് ഇന്നാണ് കൂടുതൽ ബോധ്യം. അന്ന് ഞങ്ങൾ ജപമാലയൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ടാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥന ചൊല്ലുന്നത്. ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യം എൻ്റെ അതോടൊപ്പം എൻ്റെ ജീവിത പങ്കാളി 2000 പട്ടാളത്തിൽ നിന്ന് വന്നാണ്. എൻ്റെ സഹോദരങ്ങൾ 1-2 പേർക്ക് കൂടെ അറിയാം. കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. എന്നേക്കാൾ ശക്തനായിട്ട് 2000 ക്യാപ്റ്റനായി വന്ന ആൾ എന്നോടൊപ്പം ഞങ്ങളിപ്പോൾ നെഹമ്യ മിഷനിലൊക്കെ ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഇവിടെ അറിയാം. പക്ഷേ അതിനുപരി അപ്പം ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ഈ 3:30 എണീറ്റിട്ട് ഇരുന്ന് ജപമാലയും കരുണക്കൊന്തിയും കണ്ണീർ ജപമാലയൊക്കെ ചെയ്യണം. അപ്പം ഇനി ഞാൻ പറയണം, ഇനി പോയത് എൻ്റെ ചേട്ടനോട് പറയണം, നമുക്ക് ചേട്ടാ ആദ്യം വ്യക്തിപരമായ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മറ്റുള്ള പ്രാർത്ഥനകൾ ഈശോയുടെ സ്വരം ശ്രവിച്ചിട്ട് ചേട്ടാ നമുക്ക് മറ്റുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നാൽ മതിയെന്ന്. അതുപോലെ ഞങ്ങൾ ദേവാലയത്തിലും ഞങ്ങളിൽ എത്തിനാണ് ഞങ്ങളുടെ കുർബാന. അപ്പോൾ എനിക്ക് ഇന്നത്തെ കുർബാനയിൽ ബ്രദർ ഇത്രത്തോളമൊക്കെ പണ്ട് ഞാൻ മറ്റ് ധ്യാനങ്ങളിലും മറ്റു ശുശ്രൂഷകളൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സിറമർബ കുർബാനയുടെ പുസ്തകം എനിക്ക് വായിക്കാൻ ശരിക്കും അറിയില്ല. അങ്ങോട്ടും കുറേ മറിക്കും ഇങ്ങോട്ടും കുറേ മറിക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ ഇന്നലെ ഇന്നും ആ പുസ്തകം എടുത്തിട്ട് ഒരു തരിയില്ലാതെ ഓരോ അക്ഷരങ്ങൾ വായിച്ചപ്പോൾ ഈശോ ഈ കുരിശിൽ ഈ ദിവ്യബലിയിലാണ് സർവസ്വം ഉള്ളത്. ഞാൻ എവിടെ ഓടിപ്പോണ്ടത്, എവിടെയും പോണ്ട എന്നുള്ള വലിയ ബോധ്യം എനിക്ക് ഈശോ കുർബാനയിൽ പൂർണ്ണമായിട്ട് ഈശോയെ അനുഭവിച്ച് ആസ്വദിച്ച് ആ കുർബാന അർപ്പിക്കുവാനുള്ള വലിയ കൃപ ഇന്നുമായി എനിക്ക് കിട്ടി. ഒത്തിരി നാൾ ഞാനിങ്ങനെ എല്ലാ ശുശ്രൂഷകളിലൊക്കെ പോകുമ്പോൾ ഈ സീറമർബ കുർബാന അപ്പോൾ നമുക്ക് അറിയില്ല, കൂടുതലായിട്ട് ബുക്കുകളൊന്നും എടുത്ത് ഞങ്ങൾ എത്തിനാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ എല്ലാം നമുക്ക് കാണാതെ അറിയാം. അതുകൊണ്ട് ഇന്ന് അങ്ങനെ വലിയൊരു അനുഭവം അതിലൂടെ കിട്ടി. പിന്നെ അതുപോലെ സ്തുതിക്കാൻ, പിന്നെ അന്ന് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ബ്രദർ വന്നുകൊണ്ട് എൻ്റെ സ്തുതിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ എല്ലാവർക്കും അറിയാം. ബേബി ചേച്ചി സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അന്ന് കിട്ടിയ സ്തുതിപ്പാണ്. അതേപോലെ ആ കുരിശിൻ്റെ പാത, ആ മറിയ മാതാവിൻ്റെ പാട്ട്, അതെല്ലാം ഞങ്ങൾ ഞാൻ ചെയ്ത് ഒരുമിച്ചിരുന്ന് പാടുന്നതാണ്. അപ്പോൾ ഇനി ഒത്തിരി മാറ്റങ്ങൾ ഞാൻ നാളെ പോയിട്ട് വേണം എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളും മക്കളും. എൻ്റെ മോളെ എൻ്റെ ഗുരുവാണ്. യെശയ്യാ 59:21 പറയും, ദൈവമായ കർത്താവ് അരുളിച്ചെന്ന്, ഞാൻ നിൻ്റെ മേലയച്ച എൻ്റെ ആത്മാവും നിൻ്റെ മധുരങ്ങളിൽ വഹിച്ച എൻ്റെ വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ മേൽ നിന്നെ ഒരിക്കലും അകന്നു പോവുകയില്ല. ആ വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മോളെ എൻ്റെ ഗുരുവാണ്. അവളുടെ ശിഷ്യയാണ് ഞാൻ. അവളൊരു ധ്യാനം കൂടാൻ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും അവൾ ചെറുപ്പത്തിൽ കിട്ടിയ തിരി ഇന്നും കത്തിയപ്പെട്ടാണ്. ഇന്ന് പോയി ഇന്നിപ്പോൾ എനിക്ക് ഫോണുണ്ട്, എടുക്കാൻ പറ്റില്ല, സംസാരിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പോയി കഴിഞ്ഞ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വിളിച്ച് ഓരോ വചനങ്ങൾ കൊടുത്ത് എൻ്റെ മോളെ, അവൾക്ക് മമ്മി പോയാൽ മതി, അവൾ പോയ പോലെയാണ്. അവൾ എമ്മാവസിലേക്ക് എല്ലാവിടേക്കും പോകാൻ തന്നെ സമയമില്ലാത്തതിനെ കുറിച്ച് പറയാണ്. അങ്ങനെ തമ്പുരാൻ വലിയൊരു കൃപ. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബ്രദർ പറഞ്ഞു ഒരു ടാങ്ക് വെള്ളം, അതെനിക്ക് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഉപകരണങ്ങളാണ്. അതുപോലെ ഒരു ടാങ്ക് നിറഞ്ഞാൽ മതി, എല്ലാ റൂമുകളിലേക്കും വെള്ളം നിറയും. അതുപോലെ കർത്താവ് ഭാവിയായി എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ ദേശത്തിനും എൻ്റെ ഇടവകയ്ക്കും മാത്രമാണ് കർത്താവ്. എൻ്റെ ഇടവകയിലെ കുടുംബങ്ങൾ പറയും, ബേബി ചേച്ചി പോയാൽ മതി, ഞങ്ങൾക്കെല്ലാം കിട്ടുമെന്ന്. അപ്പോൾ തമ്പുരാൻ അതിന് വേണ്ടി എന്നെ വാക്കിപ്പെട്ടിരിക്കും. അതുമാതിരി ബ്രദർ പറഞ്ഞു, ഈ കയ്യിലാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് പല സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ വീണ് പോവുകയാണ്. പക്ഷേ എനിക്ക് വലിയൊരു ബോധ്യം കിട്ടി, നമ്മുടെ കരങ്ങളിലാണ് ആ പേനയിരിക്കുന്നത്. ആ പേന നമ്മുടെ കയ്യിൽ നിന്ന് ചലിച്ചു പോയി കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മളവിടെ വീണാലും കർത്താവ് നമ്മളെ വാരിപ്പുണരുവാണ്. അപ്പം നമുക്ക് വീണതിനേക്കാൾ അതാണ് സുരക്ഷിതം. അപ്പം ഞാൻ വിചാരിച്ചു, കർത്താവെ ഈ സഹനങ്ങളിലൂടെയാണ് കർത്താവെ ഞങ്ങളെ നിൻ്റെ നാമ മഹത്വത്തിനായി ഉയർത്തുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.
ഈ ധ്യാനം ഇതുവരെയുള്ളതൊക്കെ യൂട്യൂബിലുണ്ട്. ചിലപ്പോൾ മോളിപ്പോൾ ഓൾറെഡി അത് കണ്ടുകൊണ്ടിരിക്കണ്ടാവും. ഹല്ലേലൂയ. യൂട്യൂബിൽ കണ്ട കാര്യം പറയും, മമ്മി ഇന്നത്തെ യൂട്യൂബിൽ ഇതെടുക്കും ബ്രദർ. ഈ ക്ലാസ്സൊക്കെ ഞാൻ കുറേ ക്ലാസ്സുകൾ ഞാൻ ബ്രദർ മാരിയ ജോസ് എല്ലാം കേൾക്കും. പൗളെ എനിക്ക് വിളിച്ച് പറയാം, മമ്മി ഇത് കേൾക്ക്. ഞാൻ പറയും മോളെ അത് കേൾക്ക്. അതുപോലെ ഇതും കേൾക്കാൻ ഇടവരട്ടെ. പ്രൈസ് ദി ലോർഡ്.